ശരിക്കും കറക്റ്റാണ് സാർ പറഞ്ഞത്. വെച്ചിട്ടുണ്ടെങ്കിൽ IT പാർക്ക് ടെക്നോ പാർക്ക് തുടങ്ങുമ്പോൾ അതൊരു കുന്നായിരുന്നു, ആർക്കും വേണം അതൊരു കുന്നായിരുന്നു. ഇപ്പൊ അത് കാണുകയാണെങ്കിൽ 10 ഏക്കറിലുള്ള ഗ്രീൻ ടെക്നോ പാർക്ക് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിൽ അതായിരുന്നു. അപ്പോൾ രേഖയ്ക്ക് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞോ? ഇവിടെ വന്ന് ഇങ്ങനെ പങ്കെടുത്തത് താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ജഡ്ജസിന് വിടുകയാണ്. തിരിച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും. രേഖ എന്താ ജഡ്ജസ് രേഖ എന്താ ചോദിക്കാനുള്ളത്? സുധീര മാഡം. രേഖ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിലെനിക്ക് തോന്നിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിന് ശരിക്കൊരു വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ രേഖ കുറച്ചും കൂടെ ആഴത്തിൽ പോകണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അവിടെ 4 തടയണകൾ ഉണ്ടാക്കിയത് വളരെ നല്ലൊരു പദ്ധതിയാണ്. അതിലൂടെ ഇനി വരും വർഷങ്ങളിൽ ആ പ്രദേശത്തിൻ്റെ വരൾച്ച ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ രേഖയ്ക്ക് എന്താ പറയാനുള്ളത്? ഈ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ വരെ അപമാനിക്കപ്പെടുന്നു. ഇപ്പോൾ മലപ്പുറം പോലുള്ളൊരു സ്ഥലങ്ങളിൽ ധാരാളം സംഭവങ്ങൾ അറിയാതെയും നമ്മൾ കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പത്രങ്ങളിൽ വരാത്തതായിട്ടും ഇപ്പോൾ ഏത് പ്രദേശത്തുമുള്ളതുപോലെ തന്നെ. അപ്പം നമുക്കൊക്കെ ഒരു പ്രാധാന്യം നൽകേണ്ടതല്ലേ അദ്ദേഹം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാറ് പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. സാറ് പറഞ്ഞു വസ്ത്രധാരണത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ചെറിയ 4, 5, 3 വയസ്സൊക്കെയുള്ള കുട്ടികളാണ്. ഇവരൊക്കെ എന്ത് വസ്ത്രധാരണത്തിൽ എന്ത് നോക്കിയിട്ട് വേണം, ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളതാണ്. വസ്ത്രധാരണം മാത്രമല്ല സാർ ഇതിൻ്റെ പ്രശ്നം. വസ്ത്രധാരണം ഒരളവ് വരെ ഉണ്ടാവാം, പക്ഷേ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നതിലൊന്നും ആ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ അല്ലാതെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ സൈക്കോപ്പത്തുകളും അതുപോലെ വൈകല്യമുള്ള കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നല്ല പുരുഷന്മാർക്കിടയിൽ ദൈവത്തിൻ്റെ കൈത്തെറ്റ് പോലെ കുറേ പുരുഷന്മാരുണ്ട്. പക്ഷെ അവരിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയും ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും ആയോധന കലയിലൊക്കെ പെൺകുട്ടികൾക്ക് ഇന്ന് പരിശീലനം കൊടുക്കണം. ഇനി എന്നാൽ മാത്രമേ അവർക്ക് ഇതുപോലുള്ള പുരുഷന്മാരെ എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദസ്വാമിയെ നേരിടാൻ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാ അങ്ങനെ 2 കൈയുള്ളൊരു പുരുഷനെ ഈ ചെറിയ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കാൻ വരുമ്പോൾ ഇതുപോലുള്ള അക്രമങ്ങളെ ജോലി സ്ഥലത്തും അതുപോലെ വാഹനങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള ഒരു കെൽപ്പെങ്കിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓരോ പ്രദേശത്തും ഉണ്ടാവാൻ അതത് പ്രദേശത്തെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ അക്രമം നടക്കണമെന്നും ജനപ്രതിനിധികൾ അറിയില്ലല്ലോ. ഇത് ഇപ്പം ജനപ്രതിനിധികൾക്ക് ഇതിന് ചെയ്യാൻ പറ്റുക എന്താണ്? നമ്മളെ ഇപ്പം ഒന്ന് മയക്കുമരുന്നിന് അടിമയാകുന്ന, ഒന്ന് മദ്യപാനത്തിന് അടിമയാകുന്ന ആളുകൾക്കുള്ള ഒരു ഭ്രാന്തമായ ഒരു ആവേശത്തിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കേരളീയരായ ആളുകളല്ല ഇതിലധിക കേസിലെ പ്രതികൾ. അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് ഈ കേസിലെ ഒക്കെ പ്രതികൾ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടായിക്കൊണ്ട് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകന്മാരും നാട്ടുകാരും എല്ലാവരും കൂട്ടായി ഒറ്റക്കെട്ടായി നിന്ന് അതാത് പ്രദേശത്ത് അങ്ങനെയുള്ള ആളുകൾ നിരീക്ഷിച്ച് അതിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനൊരു ശരിയായൊരു മാർഗം. കാരണം എവിടെയാണ് അക്രമം നടക്കണം, എപ്പോഴാണ് നടക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് ആർക്കും അറിയാൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷ കിട്ടണം. അവരൊക്കെ നമ്മുടെ സഹോദരനും മാതാക്കളായിട്ടൊക്കെ നമുക്ക് കാണണം. അതിനൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് 4 വയസ്സോ 5 വയസ്സോ 8 വയസ്സോ കുട്ടിയുടെ കാര്യമല്ല വസ്ത്രധാരണത്തിൽ പറഞ്ഞത്. ഞാൻ അതല്ല പറഞ്ഞത്. അത് ഞാൻ ചെത്തിയെടുക്കണ പ്രായക്കാരെ പറ്റിയാണ് പറഞ്ഞത്. അത് ഞാൻ സാധാരണ 4 വയസ്സിനും 3 വയസ്സിനും 6 വയസ്സ്. പക്ഷെ ഈ 4 വയസ്സിനും 3 വയസ്സിനും കാണുന്ന ആളുകളൊക്കെ ഏത് സ്വഭാവക്കാരാണെന്നല്ലേ നമ്മൾ ഒന്ന് പഠിക്കണം. പിന്നെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടുകാരും ശ്രദ്ധിക്കണം. കാരണം കുട്ടികളൊക്കെ ഒറ്റക്ക് നിർത്തിയിട്ട് അപ്പുറത്തുള്ള താമസക്കാരൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് കുട്ടികളെ ഒറ്റക്ക് വീട്ടിലാക്കിയിട്ട് പോകുന്ന സാഹചര്യം നമ്മളും വേണം ഒരു ശ്രദ്ധ വരുത്തുക. കാരണം അങ്ങനെയുണ്ട്, 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. കുട്ടികളെ ഏൽപ്പിക്കുന്ന ആളുകൾ വളരെ മോശമായ ആൾക്കാരാണ്. അവരുടെ സ്വഭാവം നമ്മളൊന്ന് പഠിക്കണം. രേഖയുടെ പല ചോദ്യങ്ങളും വളരെ പ്രസക്തിയുള്ള ചോദ്യങ്ങളായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇടപെടായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും വരുന്ന പ്രവാസികളുടെ അവസ്ഥ. അതൊരു നമുക്ക് പലർക്കും അവ്യക്തതയുണ്ടായിരുന്നു അതിൻ്റെ സത്യം എന്താണെന്നത്. പലപ്പോഴും നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ചില. അപ്പോൾ ഇദ്ദേഹം ബഹുമാനപ്പെട്ട MLA അതിനുള്ള കറക്റ്റ് മറുപടി തന്നെയാണ്
തന്നിരിക്കുന്നത്. കാരണം കോട്ടക്കൽ ആരോഗ്യശാലയിൽ പറഞ്ഞ പോലെ നമ്മളിവിടെ വേറൊരു നിയമവും മറ്റുള്ളവർക്ക് വേറൊരു നിയമമല്ല. ഒരു ദിവസം നമ്മളൊരു വിസയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ പല നിയമക്കുരുക്കുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ നടന്നുള്ളൂ. കറക്റ്റ് ഒരു വിസയും കറക്റ്റ് പ്രോപ്പറായിരിക്കുന്ന അവസ്ഥകളല്ലാത്തവർക്കാണ് അവിടുന്ന് കെട്ടിക്കൊണ്ട് വരേണ്ട അവസ്ഥ. എന്നാൽ നല്ല ഒരു ചർച്ചയുടെ രേഖ നല്ല രീതിയിൽ ചെയ്തു. രാമനുണ്ണി സാർ എന്താണ് ചോദിക്കുന്നത്? രേഖ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ആ ചോദ്യങ്ങളുടെ മറുപടിക്ക് ക്രോസ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. ആ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിനു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ജനപ്രതിനിധിയെ ഒരു ഭാഗം മറുപടി പറഞ്ഞാലും ഒരു പ്രധാന കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ നിയമം കൃത്യമായിട്ടാക്കി നമ്മൾ വിദേശികളെ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഒരു പൗരൻ വിദേശത്ത് പോകുമ്പോൾ അവന് കൃത്യമായ കടലാസോടും മാനത്തോടും കൂടി പോകണം എന്നത് നമ്മളെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഏറ്റവും അധികം പണം അയക്കുന്ന ഒരു പ്രവാസികളെ അങ്ങോട്ട് വരുന്നത്. അവരുടെ കാര്യത്തിൽ ഇപ്പം എന്തൊക്കെ MLA പറഞ്ഞാലും അവർ സർക്കാർ വേണ്ടവണ്ണം അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ എംബസിയും സ്വന്തം നാട്ടുകാരോട് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് ഇന്ത്യൻ എംബസി പോലെ പെരുമാറാറില്ല എന്നത് ഒരു സത്യം മാത്രമാണ്. അപ്പോൾ നമ്മളെ എംബസികൾ നമ്മളെ പ്രവാസികളെ തീരെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വേണ്ട, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ ജനപ്രതിനിധിയോട് പറയാണ്. നമ്മളെ നാടിൻ്റെ വില കെടുത്തുന്നത് ഈ എംബസികളാണ്. അതുമാതിരി ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയില്ല അന്യനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മലപ്പുറം ജില്ല നമുക്ക് അഭിമാനമുള്ള ജില്ലയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നവർ നമ്മൾ ഇറക്കാൻ വേണ്ടി വിടുന്നവരല്ല. അവരെ കാര്യം ശ്രദ്ധിക്കണം. ആ കാര്യത്തിൽ രേഖ കുറച്ചും കൂടി ക്രോസ് ചോദിക്കേണ്ടിയിരുന്നു ബഹുമാനപ്പെട്ട. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാപ്പനെ പറ്റി ചോദിക്കാത്ത വലിയ കാര്യമായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം തമാശ കൊണ്ടും അർത്ഥവത്തായ പ്രയോഗങ്ങളും നടത്തിയ സീതിയാജിയെ പറ്റി ചോദിക്കാത്ത വലിയൊരു പോരായ്മയായിട്ടോ. അത് ഞാൻ എന്ത് ക്വാളിറ്റിയെ കിട്ടിയെന്നൊരു ചോദ്യം ചോദിക്കായിരുന്നു. എന്താണ് അച്ഛൻ നിന്ന് പഠിച്ച കൊച്ചുകുട്ടികാലത്ത് അങ്ങനത്തെ സാധനം ചോദിക്കായിരുന്നു അല്ലേ സാർ? ചോദിക്കാമായിരുന്നു. അപ്പൊ വിനു സാർ മാർക്ക് എത്ര? 9 മാർക്ക്. 9 മാർക്കാണ് രേഖയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സുധീര മാഡം? ഞാൻ രേഖയ്ക്ക് 9 മാർക്ക്. 9 മാർക്ക്. രാമനുണ്ണി സാർ എത്ര മാർക്കാണ്? 9 മാർക്ക്. 9 മാർക്ക്. അപ്പോൾ 27 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 27 മാർക്കാണ് ഈ സെഗ്മെന്റിൽ രേഖയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇവർ എന്ത് ചെയ്തു സെഗ്മെന്റിൽ